വിശുദ്ധർ മാർച്ച് 10 സെബാസ്റ്റ്യയിലെ 40 വിശുദ്ധ രക്തസാക്ഷികൾ. 320 അർമേനിയയിലെ സെബാസ്റ്റ്യയിൽ വാസമുറപ്പിച്ചിരുന്ന പടയാളികളായിരുന്നു ഈ 40 രക്തസാക്ഷികളും. അവരുടെ സേനാവിഭാഗത്തോട് വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ മാമോദീസ വഴി തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തെ കൈവിടാൻ അവർ വിസമ്മതിച്ചു. തങ്ങൾക്കുണ്ടായിരുന്ന പ്രലോഭനങ്ങൾക്ക് മറുപടിയായി അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും അവരെ വശപ്പെടുത്തുവാൻ കഴിയാതെ വന്നപ്പോൾ അവരെ കുറച്ച് ദിവസങ്ങളോളം തടവിൽ പാർപ്പിക്കുകയും പിന്നീട് ചങ്ങലകളാൽ ബന്ധിതരാക്കി കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വളരെ കഠിനമായൊരു ശൈത്യകാലമായിരുന്നു അത്. ആ 40 വിശുദ്ധരെയും വിവസ്ത്രരാക്കി കുളത്തിലെ തണുത്തുറഞ്ഞ് കട്ടയായ വെള്ളത്തിന് മുകളിൽ തണുത്തു മരവിച്ച് മരിക്കുന്നതുവരെ കിടത്തി. ആ 40 രക്തസാക്ഷികളും തങ്ങളുടെ മരണത്തെക്കുറിച്ചോർത്ത് ഒട്ടും തന്നെ നിരാശരായിരുന്നില്ല. മറിച്ച് യേശുവിനു വേണ്ടിയാണല്ലോ തങ്ങൾ മരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ടുള്ള സന്തോഷത്തോടെ അവർ ഇപ്രകാരം പറഞ്ഞു: ആഴത്തിലേക്ക് ഇരച്ചിറങ്ങുന്ന ഈ തണുപ്പിനെ സഹിക്കുക ബുദ്ധിമുട്ടാണെന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. എന്നാൽ ഈ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കും. ഈ സഹനം വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമുള്ളതാണ്, എന്നാൽ സ്വീകരിക്കുവാനിരിക്കുന്ന മഹത്വം എന്നേക്കുമുള്ളതും. ഈ ക്രൂരമായ രാത്രി നമുക്ക് നിത്യമായ പരമാനന്ദം പ്രാപ്യമാക്കും. കർത്താവെ, ഞങ്ങൾ 40 പേരും യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് 40 പേർക്കും നിത്യകിരീടം നൽകണമേ. ആർക്കെങ്കിലും മനംമാറ്റമുണ്ടായി യേശുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്കായി ചെറു ചൂടുവെള്ളം നിറച്ച തൊട്ടികളും അവിടെ ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ തണുപ്പ് സഹിക്കുവാൻ കഴിയാതെ തൻ്റെ വിശ്വാസം ഉപേക്ഷിച്ച് ചൂടുവെള്ളം നിറച്ച തൊട്ടിയിൽ മുങ്ങുവാനായിപ്പോയി. എന്നാൽ താപനിലയിൽ പെട്ടെന്നുണ്ടായ വ്യതിയാനം മൂലം നശ്വരവും അനശ്വരവുമായ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മരണമടഞ്ഞു. ഇത് കണ്ട് അപ്പോഴും ജീവിച്ചിരുന്ന മറ്റ് രക്തസാക്ഷികൾ എന്തായാലും തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ വളരെ തിളക്കമാർന്ന ഒരു പ്രകാശത്താൽ അവിടെ മഞ്ഞ് മുഴുവനും മൂടപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരിൽ ഒരാളുടെ കാഴ്ച ശക്തമായ ആ പ്രകാശത്തിൽ ഒന്നും കാണാനാകാത്ത വിധം മങ്ങിപ്പോയി. അയാൾ തൻ്റെ കൺപോളകൾ ബുദ്ധിമുട്ടി തുറന്നു നോക്കിയപ്പോൾ 40 മാലാഖമാർ കൈകളിൽ കിരീടങ്ങളും വഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായി അവർ ദർശിച്ചു. അവർ ആ കിരീടങ്ങൾ ആ 40 രക്തസാക്ഷികളുടെയും തലയിൽ അണിയിച്ചു. എന്നാൽ 40ാമത്തെ മാലാഖ ആരുടെ തലയിൽ കിരീടമണിയിക്കും എന്ന് സംശയത്താൽ നിന്നപ്പോൾ ഇതെല്ലാം കണ്ട ആ പടയാളി ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ കിരീടം എനിക്കുള്ളതാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു കളഞ്ഞു. തുടർന്ന് മരിച്ചുപോയ വിശ്വാസി കിടന്ന സ്ഥലത്ത് പോയി കിടന്നുകൊണ്ട് ആ കാവൽഭടൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്രകാരം 40 എന്ന ആ സംഖ്യ പൂർത്തിയായി. തങ്ങളുടെ അവയവങ്ങൾ തണുത്തുറഞ്ഞ് മരവിച്ചുകൊണ്ടിരുന്നപ്പോഴും അവർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ചില്ല. ക്രമേണ അവർ ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങി. ആ 40 പടയാളികളിൽ മെൽട്ടൺ എന്നു പേരായ ഒരു യുവാവുമുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു കൂടുതൽ നേരം പിടിച്ചു നിന്നത്. ഉദ്യോഗസ്ഥർ ശവശരീരങ്ങൾ നീക്കം ചെയ്യുവാനായി എത്തിയപ്പോൾ അവൻ അപ്പോഴും ശ്വസിക്കുന്നതായി അവർ കണ്ടു. ദയ അവൻ പിന്നീട് തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കും എന്ന പ്രതീക്ഷയിൽ അവനെ രക്ഷപ്പെടുത്തുവാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ സന്നിഹിതരായിരുന്ന അവൻ്റെ മാതാവ് തൻ്റെ മകൻ ആ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ നിന്നും വിട്ടുപോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാതെ അവനോട് പിടിച്ചു നിൽക്കുവാൻ അപേക്ഷിച്ചു. മറ്റുള്ള മൃതദേഹങ്ങൾക്കൊപ്പം അവൻ്റെ ശരീരവും വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റുകയും ചെയ്തു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ അവന് ഒരടയാളം കാണിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവൻ അതിന് മുതിർന്നില്ല. ആയതിനാൽ അവൻ്റെ ശരീരവും മറ്റുള്ളവരുടേതിനൊപ്പം അഗ്നിയിലേക്ക് എറിഞ്ഞു. അവരുടെ എല്ലുകൾ പിന്നീട് നദിയിൽ വലിച്ചെറിഞ്ഞുവെങ്കിലും അവ വെള്ളത്തിനു മീതെ പൊങ്ങിക്കിടക്കുകയും വിശ്വാസികൾ അവ ശേഖരിച്ച് സൂക്ഷിക്കുകയും ചെയ്തു.